ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ജസ്ന സലീമിനെ കുറിച്ച് നമ്മുടെ ഷെരീഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. കാരണം അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അവൾക്ക് പോലും അറിയണില്ല. ഇപ്പോൾ ഗുരുവായൂർ പോകുന്ന ഒരു വീഡിയോ ആണ് അവൾ കാണിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഷെരീഫ് എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഹായ്, സുഖല്ലേ? ഒരു മനുഷ്യനിക്ക് പ്രത്യേകിച്ച് ഒരു പെണ്ണിന് എങ്ങനെയൊക്കെ തരം താഴാൻ പറ്റും എന്നുള്ളത് അത്രയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. ആരാ അറിയോ? 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാ. പിന്നെയും ഓരോന്നിനും കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ വീഡിയോ ഒന്നും എനിക്ക് വിട്ടു തരരുത്. കണ്ട് 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 എനിക്ക് കാണുന്നതന്നെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്നാലും ചില വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാണ്ടാണ് വിമർശിച്ചു പോകും. വേറെ ആരിനെ കുറിച്ചല്ല, ജസ്ന കുരുനേട്ടനെ കുറിച്ചാണ് പറയുന്നത്. 2 വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം ഇരുന്നാൽ മതി. ആ 2 വീഡിയോയിലുള്ള പ്രത്യേകതയും ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ിലേക്ക് പോകുന്നത് ഇപ്പയാ റൊമാൻസ് ഒക്കെ വന്നു തുടങ്ങി. ഗുരുവായൂർ പോകുന്നതിന്റെ തലേ ദിവസം എനിക്ക് എന്താന്നറിയില്ല, ഉറങ്ങാൻ പറ്റൂല. മനസ്സിലായില്ല, ഉറങ്ങാൻ പറ്റൂല അത്രേ. ഗുരുവായൂർ പോവിന്റെ തലേ ദിവസം ഓളിപ്പോ ഗുരുവായൂരിൽ പോവുകയാണ് നാളെ എന്നുള്ളത് ഒന്ന് അറിയിക്കണം. അതിനുള്ള ഏതോ ഒരു പൊറാട്ട നാടകം കൊണ്ടാണ് 37 ഇപ്പൊ വന്നിട്ടുള്ളത്. എന്തായാലും ബാക്കിയും കൂടിയും കേൾക്കാം. അപ്പോൾ ഗുരുവായൂർ പോവാട്ടോ നാളെ, മറക്കരുത്. അത് ഓർമ്മയിൽ അവിടെ ഇരുന്നോട്ടെ. ബാക്കി പറ. ആരെയോ മിസ് ചെയ്യുന്ന പോലെ, ആരോ കാത്തിരിക്കുന്ന പോലെ. ആരെ? ഇല്ലാത്ത സലീം ഒന്ന്, രണ്ടാമത് കുരുനേട്ടം, പിന്നെ അതിന്റെ അടിയിൽ കൂടെ ഇനിയിപ്പൊ ആരെനിക്ക് മിസ് ചെയ്യുന്നത്? ചേടാ പറ. അങ്ങനെ എന്തൊക്കെയോ ആ നടയിലൊന്ന് എത്തി കണ്ണനെന്ന് കണ്ട ആ ഒരു എങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്കറിയില്ല. എന്നാ വർണ്ണിക്കണ്ട. കാരണം എന്താ അറിയോ, ഈ നോണ വർണ്ണീനൊക്കെ വർണ്ണനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണനക്ക് എന്താ പറയാ? എന്തായാലും കേക്കാല്ലേ, പറ. കവി അല്ലാത്തത് കൊണ്ട്, കവിത എഴുതാനേ അറിയാത്തത് കൊണ്ടും വർണ്ണിക്കാൻ ഞാനില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഗുരുവായൂർ നാളെ പോകുന്നല്ലോ എന്ന് ഇന്നലെ ചിന്തിച്ചത് കൊണ്ട് ഉറങ്ങിയില്ല. ഉറങ്ങാത്തത് കൊണ്ട് വന്നു എൻ്റെ ജീവിതത്തിലെ വില്ലൻ, മൈഗ്രേൻ. ഇംഗ്ലീഷിലൊക്കെ പറയാൻ ഭയങ്കര, മലയാളത്തിൽ ചെന്നിക്കുത്ത്. നമുക്ക് മലയാളം മതി. അപ്പൊ ചെന്നിക്കുത്ത് വന്നു. വീട്ടിലെത്തി നോക്കുമ്പം ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥ. 2 ടാബ്ലറ്റ് ഞാൻ കഴിച്ചു. ഒന്ന് പോയി മയങ്ങാൻ നോക്കി, മയങ്ങിയില്ല. പിന്നീട് കട്ടൻ കുടിച്ചു നോക്കി, മാറിയില്ല. അങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ള അവസ്ഥ. ഇനി പോയിട്ട് ഇഞ്ചക്ഷൻ വെച്ചാലേ ലവം പോവുള്ളൂ എന്നുള്ളൊരു വാശിയുണ്ടോന്ന് എനിക്ക് അറിയില്ല. കളി കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഗുരുവായൂരിൽ നിന്ന് പോയ വീഡിയോസ് ഒന്നും കൂട്ടിൽ കണ്ടാല് ആർക്കാണ് ദേഷ്യം പേടിക്കാതൊക്കെ. ശരി, പറഞ്ഞതും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആരെയാണ് ഇവള് പറ്റിക്കുന്നത്? ശരി, പറഞ്ഞൊന്ന് കണ്ടോക്ക്. ഇഞ്ചക്ഷൻ വെക്കാൻ പോണോന്ന് ആലോചിച്ചത്. ഒരു ഇഞ്ചക്ഷൻ വെച്ചിന്റെ തന്നെ തീർന്നിട്ടില്ല ഇതുവരെ. ആ ഹോസ്പിറ്റലുകാരും കുടുങ്ങിയിരിക്കണു, നാട്ടുകാരും കുടുങ്ങിയിരിക്കണു. ഇനിയിപ്പോൾ ഓളിപ്പോൾ അടുത്ത ഇഞ്ചക്ഷനുള്ള പരിപാടിയാ. എന്താച്ച വെച്ചോ. അതായത് ഇപ്പോൾ ഓള് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓളിപ്പം എന്തായാലും ഇവിടേക്ക് പോവുകയാണ്. എവിടേക്ക്? മറ്റേ ഗുരുവായൂർക്ക് നാളെ. അപ്പൊ അത് ജനങ്ങളൊന്ന് അറിയിക്കണം. അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം നാളത്തെ അത്രയും റീച്ചിന് എന്താ പറയുക, അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് ഒളിഞ്ഞു നോക്കേണ്ട ആളുകളുണ്ടല്ലോ. അപ്പൊ ഓലൊക്കെ പാടെന്ന് അറിയിച്ച, പ്രത്യേകിച്ച് സംഘികളെ ഇവള് ഒരുപാട് സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാറില്ല. ഇവറ്റെ ഇതിനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഇപ്പൊ അങ്ങനെ ആയതാണ്. ആദ്യം പോലും ഭയങ്കര എന്താ പറയുക, ഗോമാതാവ് സ്നേഹിയായിരുന്നു, കണ്ണൻ സ്നേഹിയായിരുന്നു. അമ്പലനടയിൽ നിന്ന് പൂജാരി വന്നിട്ടില്ലെങ്കിലും നേരം വെളുക്കുമ്പോൾ ഇവളുണ്ടാവും ഗുരുവായൂർ അമ്പലത്തില്. പൂജാരി ചിലപ്പോൾ ഒരു ദിവസം ലീവ് എടുക്കാന്ന് വിചാരിക്കും, എന്നാലും ഇവള് അവിടെ ഉണ്ടാവും. കാരണം ഇവള് കണ്ണന്റെ ആളല്ലേ, കണ്ണഭക്തിയല്ലേ. അങ്ങനെ കണ്ണഭക്തി. പിന്നെ ഇപ്പൊ നാളെ അഭിനയൊക്കെ ചെറിയ കുഞ്ഞു മക്കൾ സംസാരിക്കുന്ന പോലെ. എന്നാലും ഡീസൻ്റ് ആയിക്കൂടെ എൻ്റെ പെണ്ണെ?
പിന്നെ എങ്ങനെ നിന്നൊക്കെ ഇവനൊക്കെ ട്രോളാതൊക്കെയ? ബാക്കിയും കൂടി കണ്ടു നോക്കി. ഇതിന്റെ ബാക്കി ഒരു 10 സെക്കൻഡ് കൂടി ഒന്നാണ് കേക്ക്. സന്തോഷം കൂടിയാലും ഉണ്ടാവേ. ഇപ്പൊ പറയും പടച്ചോൻ തന്നതാ. പടച്ചോനല്ലാതെ വേറെ ആർക്കെങ്കിലും സുക്കേട് വരാൻ പറ്റുമോ? ഇവരെയൊക്കെ ഇപ്പൊ വർത്താനം കേൾക്കുമ്പോ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു വരുന്നത്. ഇവർ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് പറയും ദൈവം തന്നതാ, ദൈവം തന്നതാ. ഇടതൊക്കെ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും തരാൻ പറ്റൂല. അസാമാന്യ വിവരം പോലും നിങ്ങൾക്ക് ഇല്ലാത്തൊരു മനുഷ്യന്മാരായിപ്പോലും മനുഷ്യന്മാരെ നിങ്ങള്. ഏതായാലും ദൈവം തന്നത് തന്നെയാ, അനുഭവിക്കണം. നീ അനുഭവിച്ചിട്ടേ പോവുള്ളടി എന്നുള്ള കമന്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരോടും വിഷ് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എന്തായാലും അവളുടെ വരച്ച ഫോട്ടോ പോകുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കരഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റി അവളുടെ ആ ഫോട്ടോ ഒക്കെ ഒന്ന് മേടിപ്പിക്കണം. അതിനുള്ള ഒരു അഭിനയമാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങളെ. വീഡിയോ അതൊന്നും കണ്ടുവെക്കാം. പക്ഷെ നിങ്ങൾ കണ്ടിട്ട് കരയരുതേ. ഞാൻ കരഞ്ഞ് 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 മറ്റേ മണി പറഞ്ഞ മാതിരി കുടിച്ചാ പൈപ്പിലും വെള്ളമല്ല, കോരാൻ കിണറ്റിലും വെള്ളമല്ല, ആ അവസ്ഥയിലൊക്കെ എത്തിക്കണം. സമ്മതിച്ച് സങ്കടല്ലേ? കേട്ടോ, ഞാൻ കരയുന്നത് കണ്ടാൽ ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ പറയും. പക്ഷേ ചിലപ്പോ നമ്മുടെ മനസ്സിലെ വിഷമം നമുക്ക് കരഞ്ഞു തീർക്കല്ലാതെ വേറെ നിർവാഹമില്ല. ഞാൻ ഇന്നേ വരെ ഒരാളുടെ വീടിന്റെ മുമ്പ് പോയിട്ടും ഒരു 10 രൂപ ചോദിക്കുകയോ അല്ല ഒരാളോട് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയോ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്യുന്നത് ആകെ എനിക്കറിയാവുന്ന ഒരു തൊഴില് ഈ കണ്ണനെ വരയ്ക്കുക എന്നുള്ളതാണ്. ഇത് വരച്ചിട്ട് എന്റെ കുടുംബത്തെ ഞാൻ നോക്കുകയാണ് ഇത്രയും കാലം ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ട് എന്നോട് ഫോട്ടോ മേടിക്കരുത്, ഞാൻ മുസ്ലിം ജിഹാദിയാണ് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാര് ഇന്ന് വല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചു തുടങ്ങി. ഒരു മിനിറ്റ്, മുസ്ലിം ജിഹാദി എന്നൊക്കെ പറയുമ്പോ അതെന്തായാലും കോയമാരാകൂല അല്ലേ? പക്ഷെ ഭയങ്കര സങ്കടാട്ടോ ഓൾക്ക്. അതായത് കോയമാരെന്ത് പറഞ്ഞാലും ഓൾക്കൊരു പ്രശ്നമല്ല. ഓൾ അതൊക്കെ സിമ്പിളാക്കിയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പറയും ദൈവം തന്നതാ നിനക്ക്, പഠിച്ചോൻ തന്നതാ നിനക്ക്, ആടോ പഠിച്ചോൻ തന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ഏറ്റിലാന്ന് കണ്ടേക്ക് രണ്ടാമത്തത് വന്നിക്ക. നമ്മൾക്ക് സംഖ്യകൾ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ അതിനോളം വിഷമം വേറെ ഒന്നുമില്ല. എവിടുന്നൊക്കെ ഓൾക്ക് കണ്ണിന്ന് വരിക വെള്ളം, മൂക്കിന്ന് വരിക വെള്ളം. പിന്നെ അപ്പോ ഓൾക്ക് ഭയങ്കര സങ്കടം വന്നിക്ക. ഏത് സംഖ്യകൾ പറയുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല. കാരണം എന്താ അറിയോ, സംഖ്യകളോട് ഓൾക്ക് പ്രശ്നത്തിന് താല്പര്യമില്ല. സംഖ്യകളും കൂടിയും കൈ ഒഴിഞ്ഞാൽ കെയ്യുന്നുള്ളത് ഇവൾക്ക് അറിയാം. ഓള് മാക്സിമം എന്താ ചെയ്യണത്, എല്ലാം ക്ഷമിച്ചും പുറത്തും ഒക്കെ നിൽക്കുന്നുണ്ട്. ആവട്ടോ, ആ കുട്ടിനെ ആരെ കരയിപ്പിച്ചേ ബാക്കി പറഞ്ഞാ നിങ്ങള്. അപ്പൊ എന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ വരയ്ക്കുന്നതാണ്. ഞാൻ അതിലൂടെ എന്റെ കുടുംബത്തിനെ നോക്കുന്നത്. ആരോടും പ്രഷർ ചെലുത്തുന്നില്ല. നിങ്ങൾ എന്റെ ഫോട്ടോ മേടിക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ മാത്രം നിങ്ങൾ മേടിക്കുമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആരോടും പ്രഷർ ചെലുത്തുകയോ അല്ലെ നിങ്ങൾ ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ടും എന്റെ ഒരു വരുമാനം ഇങ്ങനെ മുട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് വരുമാനം മുട്ടുക? അങ്ങനെയുണ്ടോ സാധനം? ഇറങ്ങിയിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞങ്ങൾ ജീവിച്ച് നിങ്ങളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തികളാണ്. അയ്യോ എന്റെ പൊന്നെ, ഞങ്ങളെ പോലെ ഇപ്പൊ ജീവിച്ചത്. അപ്പൊ ഞങ്ങളും എന്റെ മാതിരിയാന്ന് വെച്ച് പറയണേ. ഓള് നമ്മളെ പോലെ ജീവിച്ചണെന്ന്. അപ്പൊ ഓള് നമ്മളെ മാതിരിയെ ജീവിച്ചത്, നമ്മളോലെ മാതിരിയെ ജീവിച്ചത്. ഒരു പിടുത്തമല്ല, ആകെ കൺഫ്യൂഷൻ ആക്കിച്ച്. എന്തായാലും പറ. പക്ഷെ എന്നെ ഇങ്ങനെ എല്ലായിടത്തുനിന്നും ഒറ്റപ്പെടുത്തി ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രമൊന്നും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആകെ ചെയ്ത് നിങ്ങളുടെ കണ്ണിൽ ആകെ ഞാൻ തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ വരയ്ക്കുക എന്നുള്ളതാണ്. ആരതിനെ ഒറ്റപ്പെടുത്തിയ ചിരിച്ചിരി വർഗീയത കൊണ്ട് നടക്കണ അതിനൊക്കെ ഒറ്റപ്പെടുത്തിയ നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാടും ആലോചിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എഴുതി അറിയിക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കനും ഒന്ന് അമർത്തുക. ഓക്കെ, നല്ല നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് നൈറ്റ്.